മെൽബണിലും ഈ പടം കഴിഞ്ഞ ആഴ്ച പ്രീമിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കേട്ട റെസ്പോൺസ് തന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടുത്തെ ഞാനിങ്ങനെ ക്യൂരിയസ് ആയിരുന്നു ഇവിടുത്തെ ഓഡിയൻസിന് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഒരു വിഭാഗം ഓഡിയൻസിനെ കണക്ട് ആവുന്നത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ബാക്കി നിങ്ങൾ ചോദിക്കണം, ഞാനല്ല പറയുന്നത് ആണ് പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഉള്ളത് ആയിരിക്കുമല്ലേ. സെക്കൻഡ് ഹാഫ് നമ്മുടെ സെക്കൻഡ് ഹാഫാണ് കൂടുതൽ സ്ട്രോങ്. ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ബേസിൽ പോയിട്ട് പടം കാണട്ടോ, അത് ഗ്യാപ്പിട്ടൊന്നും കാണണം. അതിനാണ് പടം നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു ത്രെഡാണ്. അപ്പോൾ സിനിമ ശരിക്കും സിനിമയുടെ ഒരു മെയിൻ ക്രക്സ് പോകുന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ തന്നെയാണെന്നുള്ളത് നമുക്കറിയുന്നത്. കാരണം കിട്ടിയ റിവ്യൂസ് അങ്ങനെയാണ്. ക്ലൈമാക്സ് വർക്കായാൽ പടം വർക്കാവും. അത് വർക്കാവുന്നതാണ് ഞാൻ കേട്ടത്. അങ്ങനെയൊന്നുമില്ല, നമുക്ക് എല്ലാ കഥാപാത്രങ്ങളും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലെ എന്ന് പറയാൻ പറ്റാത്ത ക്യാരക്ടറാണ്. അപ്പോൾ വൈകുണ്ഠപുരമല്ല ഇതല്ല പ്രേതമല്ല ബംഗാരാജു അല്ല 32ാം അധ്യായം. ഞാൻ ചെയ്യുന്നൊക്കെ അങ്ങനത്തെ കീ എന്ന് പറഞ്ഞാൽ തമിഴ് പടം ഇല്ലേ അല്ല അങ്ങനെയൊന്നുമില്ല. ഇതുമായിട്ട് ഒരു ബന്ധമില്ല. ഷെഫീഖിൻ്റെ സന്തോഷം ആകെ ചെറിയൊരു സാധനമാണ്. പലതും നീരജായിട്ടുമായിട്ടൊരു ബന്ധമില്ലല്ലോ. അങ്ങനെ ഇന്ന ക്യാരക്ടറൊന്നുമില്ല. നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് പരിപാടി അറിയില്ലേ എന്നുള്ളത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. അല്ല കാര്യമുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പോൾ അവതരണമൊക്കെ 10, 200, 300 എപ്പിസോഡ് ചെയ്തപ്പോൾ നമുക്ക് പരിപാടി കിട്ടി. ഇതാണ് എന്നുള്ള പരിപാടി കിട്ടി. അതുപോലെ ഒരു 10, 100 സിനിമയും ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ ആകെ ഇപ്പോഴും മലയാളത്തിൽ 10 പടമായിട്ടുള്ളൂ. ഈ 10 പടമാണ് എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ സ്റ്റേജിലുള്ള ബാക്കി ആൾക്കാരുടെ പോലെ 70 പടവും 50 പടമൊന്നും നമ്മുടെ ഇല്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മളാണെങ്കിൽ ഭയങ്കര അഭിനയക്കളരി പരിപാടികളോ അക്രമൊന്നുമല്ല. ഇത് വെച്ചാണ് ഞാൻ ബേസ് ചെയ്ത് വരുന്നത് എൻ്റെ പഴയ എക്സ്പീരിയൻസുകളും. പക്ഷെ നമുക്കുണ്ടായ ഭാഗ്യം എനിക്ക് വലിയ വലിയ പടങ്ങൾ തുടക്കത്തിലേ കിട്ടി. ഡാഡിപ്പൂൾ, IG, അത് ഇത്, പിന്നെ വൈകുണ്ഠപുരം, അങ്ങനെയൊക്കെ കിട്ടുന്നുള്ള വലിയ വലിയ സാധനങ്ങൾ, പ്രേതം പോലെയുള്ള സാധനങ്ങൾ കിട്ടാൻ വലിയ ഈശ്വരാനുഗ്രഹം കിട്ടി. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്, പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. ഇത് ചെയ്തപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നു. വലിയ കുഴപ്പമില്ലാതെ ഈ പടം ചെയ്ത് വയ്ക്കാൻ പറ്റും. അതായിരുന്നു ഈ പടം ഞാൻ എടുത്ത് ചെയ്യാനുള്ള കാരണം. അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റുകൾ വരുന്നത് ഇപ്പോഴാണ് സ്ക്രിപ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത്. ഇപ്പോൾ ഈ മനോരാജ്യത്തിൻ്റെ പ്രൊമോഷൻ കയറിയപ്പോഴാണ് മലയാളത്തിൽ 2-3 പടങ്ങളൊക്കെ വന്ന് ജീവിച്ചിട്ട് അത് ചെയ്യുമോ ഇത് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ നന്നായി, ഒരു കണക്കിന് നന്നായി. ഇനി ഇപ്പോൾ 2-3 പടങ്ങൾ ഡിസ്കഷൻ നിൽക്കുന്നുണ്ട്. ഈ ആഴ്ച തന്നെ എല്ലാം പോയിട്ട് സെറ്റാക്കട്ടെ. ഇനി ആൾക്കാർ മറന്നു പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാവട്ടെ. ഇന്ന് നിങ്ങൾ പടം കാണണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് അത് എഴുതും. മോശമായി ഇതും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതന്നെ എഴുതും. പക്ഷേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എഴുതും. ഞാൻ പറഞ്ഞല്ലോ കൊച്ചി സിനിമയാണ്. ഒരുപാട് മാർക്കറ്റിംഗ് ബഡ്ജറ്റും വലിയ പരിപാടികളൊന്നും ഇല്ല. പക്ഷേ സിനിമ കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നത്. ആളുകളിലേക്ക് എത്തിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് സിനിമ. കാരണം ഒരാളിപ്പോൾ തിയേറ്ററിൽ വരെ കഷ്ടപ്പെട്ട് പോയി കാണുന്നു എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണല്ലോ എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്നുള്ളത് ശ്രമകരമാണ്. അതുകൊണ്ട് തന്നെ നല്ല നല്ല ചാലഞ്ചസാണ്. ഈ ചാലഞ്ചസിനെ നമ്മളിങ്ങനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലും അടിപൊളി പടങ്ങളായിട്ട് നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോഴും ശ്രമങ്ങൾ വിടാതിരിക്കും. പക്ഷേ ഈ പടത്തിന് നല്ല അഭിപ്രായം നമുക്ക് നല്ല സന്തോഷം. അത് ആത്മാർത്ഥമായിട്ട് തന്നെ അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. നല്ല എന്തായിട്ടുള്ള കഥയാണ്. കുറേ ആമ്പിള്ളേരുടെ വേണ്ടി നടക്കുന്ന സംശയത്തിൻ്റെ പുറത്ത് പല സംഭവങ്ങളും നടക്കണുണ്ടല്ലോ. അതൊക്കെ ഇത് കാണേണ്ട പടം. എങ്ങനെയുണ്ടായിരുന്നു? നല്ല കണ്ടന്റ്. ചേച്ചി എങ്ങനെയുണ്ട് പടങ്ങളുണ്ട്? പെർഫോമൻസ് പടങ്ങളുണ്ട്